അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക ഇവരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇല്ല, എന്റെ മകൻ മരിച്ചിട്ടില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാനത് അംഗീകരിക്കില്ല എന്നുള്ളൊരു ഒരു ഡിനയലിന്റെ സ്റ്റേജാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഒരു ഫീലിംഗ് എപ്പോഴാ തോന്നിയത്? ഇദ്ദേഹം പോയൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് ഇദ്ദേഹം എന്റെ അടുത്ത് വരുന്നത്. പിന്നെ ഇദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തുടങ്ങി. ഷോക്ക് അടിക്കേണ്ട ടൈമായി. ആദ്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് ഓർമ്മ? ആദ്യമായി പറഞ്ഞത്, ഞാൻ പോയപ്പോ എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നായിരുന്നു. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. ഞങ്ങൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അപ്പൊ അദ്ദേഹം എന്നിൽ കൂടെ എഴുതിപ്പിക്കുന്ന ഈ ബുക്ക് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരലോക ദർശനം. ഞാൻ എഴുതുന്നതല്ല. അടുത്ത മാസം ഇദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലമുണ്ട് സാർ. അവിടെ നമ്മളൊരു ശമ്പാല എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു വീട് പണിയുന്നുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റി അങ്ങനെ ഒരു ലക്ഷ്യത്തിനുണ്ട് നമ്മൾ ചെയ്യുന്നത്. അന്ന് ഇദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിസിറ്റി ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ നോവൽ സിനിമയാക്കുമ്പോൾ വിദേശ രാജ്യത്ത് വെച്ചൊരു പ്രണയഗാനം ചിത്രീകരിച്ച് പ്രൊഡ്യൂസർക്ക് ഞാൻ പണി കൊടുക്കുന്നുണ്ട്. ആർക്കും ആദ്യം ഇത് ഫീൽ ചെയ്ത്? എനിക്ക് തന്നെയാണ് ആദ്യം ഫീൽ ചെയ്തത്. സമ്മതിച്ചേ? ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇദ്ദേഹം പോയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ എന്റെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ എന്നോട് ഇദ്ദേഹം വന്ന് പറഞ്ഞു, എന്റെ ശരീരം കത്തിക്കരുതെന്ന് പറഞ്ഞു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവരാദ്യം പറഞ്ഞ കഥയില് 3-ാമത്തെ മാസത്തിലാണ് ഇവർക്ക് ആദ്യത്തെ അനുഭവം ഉണ്ടാവുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ മാറ്റി പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് മരണശേഷം സമാധിയാക്കണം എന്ന് മരിച്ചു കഴിഞ്ഞ് അടക്കിന് മുൻപ് തന്നെ മകൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അതിലേതാണ് ശരി അദ്ദേഹം പറയട്ടെ. ഞാൻ എന്റെ മനസ്സിലെ തോന്നലാണ്, പുള്ളി പറഞ്ഞത് എന്റെ മനസ്സിൽ തോന്നലാണ്. തീർന്നു, അത് ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ആദ്യം ഒരു കൈക്ക് ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചൂടെ? അയ്യോ, ഇത് അസുഖമല്ല. പിന്നെ എന്റെ ഫ്രിഡ്ജില് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ലൈറ്റ് കത്താറുണ്ട്. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് കാര്യം. ഇങ്ങനെ ഒരു അഡീഷണൽ എനർജി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ലൈറ്റ് കത്തുന്നത്. അത് ആണല്ലോ. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഒരു ബില്ല് അടച്ചില്ല, കത്തു അങ്ങ് വിശ്വസിക്കുന്നു. അതല്ല ഉദ്ദേശം. ഞാൻ ചോദിക്കുന്നില്ല, KCB ചെയർമാൻ ഞെട്ടി പോകത്തില്ല ഇത്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇദ്ദേഹം വരുന്ന എനിക്ക് ആരെങ്കിലും ഇത് പറയണം. ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എന്റെ കൊളിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനിപ്പോ ഇങ്ങനെ സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? ഇവിടെയും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞൊരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ലൈവ് വരെ നമുക്കൊരു ചാനലുണ്ട്, ശിവയോഗി ശമ്പാല. ചാനലുണ്ടോ? ഉണ്ട്. യൂട്യൂബ് ചാനലോ? ഉണ്ട് സാർ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ഒരു വേദനയിൽ നിന്ന് മറികടക്കാൻ വേണ്ടി മനുഷ്യരുടെ 5 ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ഏറ്റവും അവസാനം ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക എന്ന ഘട്ടത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അതിന് സഹായിക്കലാണ് മറ്റുള്ളവരുടെ കാര്യം. അതല്ലാതെ ആ മകൻ ഇരിക്കുന്നുണ്ട്, എന്നാ മകൻ ഇരിക്കാനുള്ള കസേര നമുക്ക് ഇവിടെ വെക്കാം, അതിന് സ്ഥാനം നോക്കാൻ ഒരു ആശാരി വരുന്നു, പിന്നെ അതിന് സമയം കുറിക്കാൻ ഒരു കണിയാർ വരുന്നു. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു മരം മുറിക്കുന്ന സമയത്താണ് അതെന്റെ തലയിൽ വീഴുന്നതും. മരിച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് മടങ്ങി. അത് ആണ്. എനിക്ക് ആര് പറഞ്ഞു? അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. താങ്കൾക്ക് എങ്ങനെ മരിച്ചു എന്ന് മനസ്സിലായി? നമ്മള് ബോഡി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. പേടിക്കണ്ട, ഇതൊരു തരം ചിത്തഭ്രമമാണ്, ഒരു തരം ഭ്രാന്ത്. ഉള്ള ആളിനെ കാണാതിരിക്കുക ഇലൂഷൻ, ഇല്ലാത്ത ആളിനെ കാണുക ഡെലൂഷൻ, ഒരു തരം ആൽക്കഹോളിക് ഡെലീറിയം. വട്ട് തടി വീണെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ തെളിയിച്ചോ അദ്ദേഹത്തിന്റെ മരണം? അത് തടി വീണ് അദ്ദേഹത്തിന്റെ കിളി പോയതാ. മരണാനന്തര ജീവിതം എന്നുള്ളത് വിശ്വസിക്കുന്നില്ല. ഇല്ല, മണ്ണണിഞ്ഞ കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇപ്പൊ ഇസ്ലാം ആണെങ്കിൽ ഏറ്റവും ആധുനികമായ ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്, ഏറ്റവും മോഹം തോന്നുന്ന കാര്യം. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട്
ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. അതായത് നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞതിന് ശേഷം നമ്മുടെ ആത്മാവ് തൽക്കാലം ബർസഖ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്ത് ബർസഖിൽ ഒരുമിച്ച് കൂടി അവിടെ നിൽക്കും. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും അവിടെ നന്മ ചെയ്തവർക്ക് സുഖലോലുപതയുടെ സ്വർഗലോകം അവിടെ പിന്നെ അത് വിശദീകരിക്കുന്നില്ല. ഇനി അങ്ങോട്ട് സുഖമാ. ഒരു മുടി 7 പീസാക്കി കീറിയെടുത്ത് വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ മുടിയുടെ മുകളിലൂടെ പാലമാണ്, ആ പാലത്തിലൂടെ ഓടും. ഓ ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. അപ്പം തിന്മ അധികമുള്ളവരൊക്കെ താഴോട്ട് വീഴും, നന്മ അധികരിച്ചവർ സ്വർഗത്തിലേക്ക് എത്തും. മതപരമായ നന്മ നമുക്ക് തല്ലി തകർക്കണ്ടേ? അവിടെ വന്നാൽ നിങ്ങൾക്ക് നിക്കറിടാൻ പോലും സമയം കാണില്ല, അറിയോ? വർഷങ്ങൾക്ക് മുന്നേ ഒരു മാധ്യമ പ്രവർത്തനമായിരുന്നു ഞാൻ. അവിടെ അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. കേട്ടോ, എന്ത് പറ്റിയെന്ന് എനിക്കൊരു അപകടം പറ്റി, ഒരു ആക്സിഡന്റ് പറ്റി. എനിക്കൊരു 1.5 മണിക്കൂറത്തേക്ക് എന്റെ മൊത്തം കട്ടായി പോയി. എന്റെ തലയൊന്ന് ഇടിച്ചിരുന്നു റോഡ്. എന്റെ കണ്ടീഷൻ പറയുന്നുണ്ട്. എന്നെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ സാർ അത് ഞാൻ എന്റെ ഹാലൂസിനായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ എന്റെ തോന്നലായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എനർജിയാണെന്ന്. അല്ലാതെ മരിക്കാൻ പോകുമ്പോൾ നമ്മളെ കണ്ട ആവശ്യമില്ലല്ലോ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. വീട്ടിലോട്ട് വരുന്നു, ഞാൻ എന്റെ ലൈഫ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. കാരണം എന്താ, നടപടി ആവില്ല. നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല, നട്ടൽ ഓൾറെഡി പൊട്ടിപ്പോയി. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത് എന്നിൽ എന്തോ ഒരു പ്രത്യേകത വരുന്നുണ്ട്. ഇന്ന് എന്ത് പ്രത്യേകത താങ്കളുള്ളത്? എനിക്ക് സോളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നു. കഞ്ചാവ് നീ ഓടിപ്പോയി 2 ചക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവാ. തളം വെച്ച അല്പ ആശ്വാസം കിട്ടും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മരിച്ച ആത്മാവിനോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആത്മാവിനെ കൊണ്ടുവന്ന് നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിച്ച് കാണിച്ച്. ഞങ്ങളുടെ അസ്ഥി പൊട്ടിയ എക്സ്പീരിയൻസ് ഒന്നും നട്ടല് പൊട്ടിയ എക്സ്പീരിയൻസ് ഞങ്ങൾക്കില്ല. അദ്ദേഹത്തിന്റെ നട്ടല് പൊട്ടിയപ്പോഴാണ് കിളി പോയത്. അപ്പൊ കണ്ടുപിടിച്ചൊരു കപടശാസ്ത്രം. നട്ടല് തകർന്നു എന്നാണ് പറഞ്ഞത്. നട്ടല് പൊട്ടി എഴുന്നേക്കാൻ കഴിയാതെ ഇനി മരണം എന്ന അവസ്ഥയിലേക്ക് ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഓടാൻ പറ്റിയ സ്ഥലം ഓടാനാ ജോഗിങ്ങിന് വരാനാ. ഇദ്ദേഹത്തിന്റെ നടു സ്പിരിച്വൽ ഹീലിംഗിലൂടെ ശരിയാക്കിയതാണോ? ആണെങ്കിൽ അദ്ദേഹത്തിന്റെ നടു ഒടിഞ്ഞതിന്റെ എക്സ്റേ എടുത്തതിന്റെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഇപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഹീലിംഗിലൂടെ ആണോ അല്ലേ? ഞാൻ മനസ്സിലാവുന്നുണ്ടോ? ബഹളമുണ്ടാക്കി വിഷയം മാറ്റരുത്. അങ്ങനെ പുള്ളിയുടെ യോഗ്യതയിൽ ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനായിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി. പുള്ളിയുടെ കാര്യമുണ്ടല്ലോ, അങ്ങനെ പുച്ഛിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാ യോഗ്യത വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. മരിച്ച ആളിനോട് സംസാരിക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഓ എന്റെ മനസ്സങ്ങയ്ക്കൊന്ന് അല്ലെ ഞാൻ മരിച്ചില്ലല്ലോ ആത്മാവ്. അദ്ദേഹത്തിന്റെ നട്ടൽ എങ്ങനെ ശരിയായെന്ന് ഒന്ന് ചോദിക്കും. ഓക്കെ, നട്ടൽ എങ്ങനെ ശരിയായി എന്നാണ് ലിയാഖത്തിന്റെ ചോദ്യം. അതാണ് പറയാം. 1, 2, 3, 4 4 പേര് ലോജിക്കിലാണ് ചിന്തിക്കുന്നത്. ഇവിടെ ലോജിക്ക് ശരിയാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. കാരണം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, മറുപടി പറഞ്ഞില്ല. ആ കൺസൾട്ടേഷൻ ഫീ എത്രയാ? പൈസ കുറവുള്ളവർക്ക് പറയുന്ന എമൗണ്ട് ഒന്ന് പറയൂ. 2500 സിമ്പിൾ. അത് മാത്രമല്ല താങ്കളുടെ നട്ടലെങ്ങനെ ശരിയായെന്ന് വ്യക്തതയോട് നേരത്തെ പറഞ്ഞിരുന്നില്ല. നട്ടലെങ്ങനെയാണ് ശരിയായതെന്ന് നേരത്തെ വ്യക്തതയോട് പറഞ്ഞില്ല. എങ്ങനെയാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡിയിൽ നമ്മളിവർ പറഞ്ഞതും അതുമായിട്ട് ചേരുന്നുണ്ട്. അത് എല്ലാവർക്കും അവരൊരു കോമൺ പാറ്റേൺ ആണ് കാണുന്നത്. അതായത് ഇങ്ങനെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. ആകെ നമ്മുടെ ബോധം, ചിന്ത എന്നൊക്കെ പറയുന്നത് തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനമാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടായി വരുന്ന ഹാലൂസിനേഷൻസ് ആണ്. ഈ ഷോയിൽ നിന്നൊരു തെറ്റിദ്ധാരണ പുറത്തു പോകാതിരിക്കാൻ അവരൊരു മെഡിക്കൽ ഡോക്ടറാണെന്ന് മനസ്സിലാക്കുന്നു. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പഠനങ്ങൾ എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഈ തലച്ചോറിന്റെയും ന്യൂറോണിന്റെയും പ്രവർത്തനത്തിന് അപ്പുറത്തേക്കുള്ള മൂന്നാമത്തെ ഒരു ശക്തി അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു എന്തെങ്കിലും ഒരു എവിഡൻസ് അതിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ഇന്ന് വരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? മരിച്ചിട്ട് തിരിച്ചു വന്നാണെന്നാണല്ലോ പറയുന്നത്. പോസിറ്റീവ് മെന്റാലിറ്റിയിൽ എടുക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്ന് മനസ്സിലായി. ഡോക്ടർ എനിക്ക് പറഞ്ഞ മറുപടിയിൽ ഞാൻ
അത് നേരത്തെ ഡോക്ടറോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ മറുപടിയിൽ ഞാൻ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും ഹയർ എൻഡ് മെഡിക്കൽ കോളേജുകളില് ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ പറയും. അതായത് ചോദ്യത്തിന് ഉത്തരം സിമ്പിൾ ചോദ്യമാണ്. പഠനങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളെല്ലാം ആ വ്യക്തിയുടെ സെൽഫാണോ പുറത്തുനിന്നുള്ള ആത്മാവാണോ? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. പഠിക്കണം, താങ്കൾ അതിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കണം. ഞാൻ പറയുന്നതുകൊണ്ടല്ല, നമുക്ക് നെറ്റിൽ നിന്ന് എല്ലാം അവൈലബിൾ ആണ്. എനിക്ക് അർജന്റ് സ്ഥലം വരെ പോകാനുണ്ട്, വണ്ടി എടുക്കണ പൊട്ടാ. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും.